ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വരുന്നവരെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആരാണ് ജയർ? എന്താണ് ഡീറ്റെയിൽസ് എന്ന് എനിക്ക് പോലും അറിയില്ല സാർ. നോ ഡീറ്റെയിൽസ്. സ്വാമിയുടെ മുമ്പിൽ ഇപ്പയും നിൽക്കുന്നതാണ് ജയ. ഇനിയൊരു വിട്ടുവീഴ്ചയും അയാളിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. ഹരി, എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാൽ ചെയ്യണം. കേസെങ്കിൽ കേസ്, സമരമെങ്കിൽ സമരം. നീങ്ങ വന്നേ സുജാതെ, ഒരു മിനിറ്റ്. വാ വാ ശരവണ. അതെ ഹരി, പണ്ടും നമ്മളെയൊക്കെ ജീവൻ ഭീഷണിപ്പെടുത്താൻ നടക്കുമ്പോഴേ നമ്മുടെയൊക്കെ തല നമ്മുടെയൊക്കെ കഴുത്തിന്റെ മുകളിലായിരുന്നു. ഇപ്പൊ അത് അവന്റെ കാൽച്ചോട്ടില. സ്ത്രീകളുടെ കാര്യത്തില് അവന്റെ ബഹുമാനം പറഞ്ഞത് കേട്ടായിരുന്നല്ലോ. അത് നിത്യയ്ക്കും സുജാതയ്ക്കുള്ള മുന്നറിയിപ്പാ. മോനെ, ഈ കാശിന്റെയും ലോണിന്റെയും കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നിത്യയ്ക്കും സുജാതയ്ക്കും ഒന്നും സംഭവിക്കരുത്. ആ ഒരു ഉറപ്പ് നിനക്ക് വേണം. അവരെ ആരും തൊടില്ല മാവ. തൊടാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാൽ எனக்கு புரியல சார். இவருனே காசுள்ள யாரையாவது கொலை பண்ணி இருக்குமா? அந்த காசு எடுத்து தானே இனி இந்த கம்பெனி ஸ்டார்ட் பண்ணி இருக்கும். അറിയില്ല, നമുക്ക് അന്വേഷിച്ച് നോക്കാം. അമ്മേ, ലോകത്തോരമ്മയ്ക്കും ഇത്രയും വിചിത്രമായ ഒരു അവസ്ഥയിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല, അല്ലേ മോളെ? ജയർ, അമ്മേ, ഈ ജയറിലെ ജയ ജീവനായിരിക്കില്ലേ? അപ്പോ ആറ് അച്ഛന്റെ പേര് രഘു. അതെ അമ്മേ, ജയാർ അത് ജീവൻ തന്നെയാ. ജീവൻ രഘു. ഹരി, ഈ ജയാർ എന്താണെന്ന് മനസ്സിലായോ? ജീവൻ, ആർ രഘു. ജീവൻ രഘു. ஆமா, ஜீவன் சார். സത്യമായിരിക്കും ഹരി. അങ്ങനെയാണെങ്കിൽ അവൻ അവന്റെ ശരിക്കുള്ള വേട്ട തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എത്ര നാളുണ്ടാവും, എത്ര കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ കുറച്ച് നാളുണ്ടാവും കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ. അതെനിക്കറിയാം. ഐ വിൽ കോൾ യു. എന്താ സ്വാമി? സാർ, അവരുടെ ഫണ്ട് തിരിച്ചു പിടിക്കാനുള്ള കാര്യം ഞങ്ങൾ തന്നെ ചെയ്യുമായിരുന്നല്ലോ സാർ. സാരഥിക്ക് ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് സ്പെഷ്യലായിരിക്കില്ലേ സ്വാമി? ഇതെനിക്ക് വളരെ വളരെ സ്പെഷ്യലാണ്. എനിക്കത് ഫീൽ ചെയ്തു. സ്വാമി, എനിക്കൊരു വീട് വേണം. സാറിന് തങ്ങാനോ?
ഇവിടെ നല്ലൊരു അന്തരീക്ഷമല്ലേ? ഈ ഹോട്ടൽ റൂമുകൾ ഞാൻ മടുത്തു. സ്വാമി ഒരു നല്ല വീട് നോക്കുകയാണെങ്കിൽ കുറച്ച് നാൾ ഇവിടെ തങ്ങാന്നാണ് ഞാൻ കരുതുന്നത്. ഷുവർ സർ, ഇന്ന് തന്നെ നോക്കാം. താങ്ക് യു സ്വാമി. പിന്നെ ഹരിയുടെയും കൂട്ടരുടെയും കാര്യം എന്നാ തുടങ്ങുന്നത്? നടപടികൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞല്ലോ സ്വാമി. ബാക്കി അവര് തീരുമാനിക്കട്ടെ. സർ, സ്വാമിക്ക് എന്താ ചോദിക്കാനുണ്ടല്ലോ, ചോദിച്ചോളൂ. സർ, വരുന്നവരെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആരാണ് ജയർ? എന്താണ് ഡീറ്റെയിൽസ് എന്ന് എനിക്ക് പോലും അറിയില്ല സർ. നോ ഡീറ്റെയിൽസ്. സ്വാമിയുടെ മുമ്പിൽ ഇപ്പയും നിൽക്കുന്നതാണ് ജയർ. ഇത് മാത്രമാണ് ജയർ. ചില നേരത്ത് നമുക്കെല്ലാവർക്കും കുറെ കടമകളുണ്ടാവില്ലേ? എനിക്കുണ്ട് ചെയ്തു തീർക്കാൻ കുറെ കടമകൾ. അതെല്ലാം ഇവിടെ തന്നെയാ. സർ, ഐ ആം റിയലി സോറി സ്വാമി. ഞാൻ ആര്, എൻ്റെ ലക്ഷ്യം എന്ത്, ആ ഡീറ്റെയിൽസ് ആളുകൾ ചർച്ച ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അവർക്ക് നമുക്കിടയിൽ കോൺട്രാക്റ്റുകളുണ്ടല്ലോ. ആ കോൺട്രാക്റ്റാണ് സംസാരിക്കുന്നത്. ഹരിയുടെ സംഘത്തിന്റെ പേരുണ്ടല്ലോ, നന്മ. നമുക്കും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ സ്വാമി. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ആരെയും കൊല്ലാം. നമ്മൾ കൊല്ലും സ്വാമി. പണ്ടത്തെ രാജാക്കന്മാരെ പോലെ നമ്മളെ അനുസരിക്കാത്ത എല്ലാവരെയും നമ്മൾ കൊല്ലും. നാട്ടിൽ ജനാധിപത്യം, പക്ഷെ പണത്തിന്റെ മുമ്പിൽ എന്നും അടിമയും ഉടമയും മാത്രമേ ഉള്ളൂ. സോ കടമെടുത്ത ഹരിയും സംഘവുമാണ് അടിമ. അവർക്കൊരു ഉടമ ജയാർ. ആ അതെ, എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്കണേ. അല്ല, എനിക്കൊന്ന് നാളെ തന്നെ അറിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. ആ, ഞാൻ വിളിക്കാം എന്നാ. ശരി. എന്താ ഹരി, എല്ലാം ഓക്കെ അല്ലേ? മധുര നൊമ്പരക്കാറ്റ്